അപ്പോൾ അത് ഇനി നിങ്ങൾ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ മൗണ്ട് കാർമലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം അതിലൂടെ അയച്ചു തരുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാം അതിൽ പങ്കെടുക്കണം. എൻ്റെ ഒരു ആഗ്രഹം ഒരു 10-20 ലക്ഷം പേര് ഈ വർഷം ഒരുമിച്ച് ബൈബിൾ വായിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. 20 ലക്ഷമൊക്കെ കുറഞ്ഞു പോയി. ഒരു കോടി ആളുകൾ ബൈബിൾ വായിക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് സുവിശേഷ വേല. ഇപ്പോൾ ഇവിടെ കൂടുന്നവരും ലൈവായിട്ട് ഇതിൽ സംബന്ധിക്കുന്നവരും എല്ലാം ഈ യൂട്യൂബിലേക്ക് പോയിട്ട് നിങ്ങളത് നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യണം. എന്നിട്ട് അവരോട് പറയണം, ഇത് ജോയിൻ ചെയ്യാൻ പറയണം. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ 2025 കൊണ്ട് നമ്മൾ ബൈബിൾ മുഴുവൻ വായിച്ച് പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒറ്റ വർഷം കൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പരിശുദ്ധാത്മാവിൽ. അതായത് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുത്താൽ, നിങ്ങൾ ഒരു ദിവസം 30 മിനിറ്റ് ചിലവാക്കിയാൽ നിങ്ങൾക്ക് 2025 ആകുമ്പോഴേക്കും ബൈബിള് മുഴുവൻ സാമാന്യം നന്നായി മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. 30 മിനിറ്റ്. ഇനി നിങ്ങൾ കുത്തിയിരുന്ന് വായിക്കണ്ട, കേട്ടാൽ മതി. വായിക്കുന്ന മുഴുവൻ ഞാനാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കേട്ടാൽ മതി. അതായത് ഒരു 30 മിനിറ്റ്. സാധാരണ യൂട്യൂബിൽ വചനം കേൾക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഈ ചോറ് വെക്കുന്നതിനിടയിലും കരിയുന്നതിനിടയിലും കന്നാലിയെ കുളിപ്പിക്കുന്നതിനിടയിലും ഒന്നും പോയി കേൾക്കാൻ പോകരുത്. 30 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഒരു ദിവസം എത്ര മിനിറ്റ് മാറ്റി വെക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്? 30 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒരു ഇയർഫോൺ വെച്ച് അല്ലെങ്കിൽ ഉറക്ക വെച്ച്, മൊബൈലിൽ ഉറക്ക വെച്ച്, ബൈബിളും തുറന്നു വെച്ച് ഞാൻ വായിക്കും. പരിഷ്കരിച്ച പതിപ്പാണ് വായിക്കുന്നത്. പുതിയ ബൈബിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കേട്ടാൽ മതി. കേൾക്കുക. ബൈബിൾ ആത്യന്തികമായിട്ട് വായിക്കാനുള്ളതല്ല, പിന്നെ കേൾക്കാനുള്ളതാണ്. ദൈവം ഉച്ചരിച്ച വചനങ്ങൾ വായിക്കാനുള്ളതല്ല സത്യത്തിൽ, പിന്നെ എന്തിനുള്ളതാണ്? കേൾക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് കേൾക്കുക. കേട്ട് അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിക്കും. ഒരു 2, 3, 4 അധ്യായം ഒരു ദിവസം വായിക്കും. അതിനുശേഷം പ്രാർത്ഥിക്കും. അതിനുശേഷം എന്താ വായിച്ചതെന്ന് പറഞ്ഞു തരും. പോരെ? അതുപോരെ? അത് കൂടുതൽ എന്താ വേണ്ടേ? ഒരു 30 മിനിറ്റ് കൊണ്ട് വായിച്ചത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നാളെ എന്നാ വായിക്കാൻ പോകണമെന്ന് പറയും. പിന്നെ നമുക്ക് ഓരോ കാലഘട്ടമുണ്ട്. 12 കാലഘട്ടങ്ങളിലായി ബൈബിളിനെ മുഴുവൻ നമ്മൾ ഒറ്റ കഥയായിട്ട് പഠിക്കാൻ പോകണം.